ആൾ ചിലപ്പം മരിക്കുന്ന സമയത്ത് ചിലപ്പം വൈഫ് ഗർഭിണിയായിരിക്കും, പ്രഗ്നൻ്റ് ആയിരിക്കും. ആ കുട്ടിക്കും ഇതിൽ റൈറ്റ്സ് ഉണ്ട്. അപ്പം ചിലർ കുട്ടികളെ അഡോപ്റ്റ് ചെയ്യുന്ന കേസൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു അഡോപ്റ്റർ ആയിരിക്കും ഒരു കുട്ടി, ചിലപ്പോൾ അത് വേറൊരു കുട്ടിയും കൂടി ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കേസുകൾ വരുമ്പോൾ എങ്ങനെ ഈ സ്വത്ത് ഡിസ്ട്രിബ്യൂട്ട്, അതായത് ചിലപ്പോൾ ഓൺ ബ്ലഡിലുള്ള മകനാണെങ്കിൽ ചിലപ്പോൾ സമ്മതിക്കുന്നില്ല എന്ന് വരാം. അപ്പം അങ്ങനത്തെ ഒരു കോൺഫ്ലിക്റ്റ്. അതായത് മറ്റേ നമ്മുടെ ഹിന്ദു സക്സഷൻ ആക്ട് പ്രകാരം ഈ പറയുന്ന അഡോപ്റ്റഡ് സണ്ണും നാച്ചുറൽ ബോൺ ചെയ്ത സണ്ണും രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, ഈക്വൽ റൈറ്റ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഇല്ലിജിറ്റിമേറ്റ് സണ്ണും, അങ്ങനെ ഇല്ലിജിറ്റിമേറ്റ് സണ്ണായിട്ടൊന്നുമില്ല. ഓക്കെ, റിലേഷൻഷിപ്പാണ് ഇല്ലിജിറ്റിമേറ്റ്, സണ്ണ് ലീഗൽ തന്നെയാണ്. ഓക്കെ, ആ സണ്ണായാലും ഡോട്ടറായാലും അവരും ചൈൽഡാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ എന്താ പറയുക, മോം എന്ന് പറയുന്ന പോലെ ആൾ ചിലപ്പം മരിക്കുന്ന സമയത്ത് ചിലപ്പം വൈഫ് ഗർഭിണിയായിരിക്കും, പ്രഗ്നൻ്റ് ആയിരിക്കും. ആ കുട്ടിക്കും ഇതിൽ റൈറ്റ്സ് ഉണ്ട്, ജനിച്ചിട്ടില്ല. ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല അല്ലേ. ആ ഒരു സിറ്റുവേഷൻസിലും കുട്ടികൾക്ക് ഈക്വൽ റൈറ്റ്സ് ഉണ്ട്.